ഇന്ന് മിഥുനമാസം കഴിഞ്ഞു ഇന്നലെ. ഇന്നിപ്പോൾ നമ്മൾ കർക്കിടക 1-ാം തീയതിയാണ്. നമ്മുടെ ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം നല്ല മഴയാണ്. ഇപ്പോൾ പെട്ടെന്ന് തണവലിക്കായപ്പോൾ നമ്മുടെ ദേഹത്തിന് പല അസുഖങ്ങളും വരാനുള്ള സാധ്യത. നമ്മുടെ വീട്ടിൽ ഉണക്കലരിയിലും അത് നല്ലതാണ്. അതും ഉലുവയും പിന്നെ അയമോദകം, ജീരകം, മല്ലി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ അരച്ചിട്ട് കുറുന്തോട്ടി വേര് പിന്നെ പുത്തിരിച്ചുണ്ട വേര് ഇതൊക്കെ ഇട്ടിട്ട് അരച്ച് കഞ്ഞി വെച്ചിട്ട് അതാണ് കുടിക്കുക. അതൊരു 7 ദിവസമൊക്കെ കർക്കിടക മാസത്തിൽ ഞങ്ങൾ കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പച്ചല അതും ഞങ്ങൾ 10 ഇലയാണ് പറയുക. 10-12 ഇല. അപ്പോൾ പറമ്പിൽ എല്ലാ ഇലകളും കിട്ടും. അപ്പോൾ 10-12 ഇലയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ തോരൻ വയ്ക്കും. അതൊരു 4-5 ദിവസങ്ങളും അതും കഴിക്കും. അപ്പം ആ സന്തുലിതാവസ്ഥ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഇലക്കറി നല്ല ഉചിതമായിട്ടുള്ളതാണ്. പല വിറ്റമിനുകളും ഈ ഓരോ ഇലകളിലും അടങ്ങിയിട്ടുണ്ട്. ഓരോ അസുഖത്തിനും ഓരോ ഇല അതിൽ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഞങ്ങൾ 10 ഇല പൊട്ടിക്കാനായിട്ട് പോവുകയാണ്. പറമ്പിലഞ്ഞുണ്ട് മത്തടയിലൊക്കെ. അതിനായിട്ട് ഞങ്ങളിവിടെ കരുതി വെക്കുകയാണ്. കരുതി നിർത്താനായിട്ടാണ് 10 ഇല ഇതാണ് പൊട്ടിച്ചു. ഇതാണ് തഴുതാമ. ഇത് ഏറ്റവും നല്ലത്. ഇത് പാമ്പൊക്കെ കടിച്ചാൽ സർപ്പത്തിൻ്റെ അതിൻ്റെ വിഷം കരിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഈ ചെടിക്കുണ്ട്. ഇതിന് അത് നല്ലതാണ്. പയറിൻ്റെ എല്ലാണ് പൊട്ടിക്കണം. ഇതിനത് ഔഷധ ഗുണത്തിൻ്റെ ഒരു കാര്യം പറയേ വേണ്ട. നല്ല ഔഷധ ഗുണമുള്ള ഇലയാണ്. അത് നമുക്ക് നിത്യം കഴിക്കാം. പയറിൻ്റെ ഇല ഇതിലൊക്കെ നിറയെ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അത് ചേരയുടെ ഇല. ചേരയുടെ ഇല 1 2 3 4 5 ഇല. ഇപ്പോൾ ചേമ്പിൻ്റെ ഇല. ചേമ്പ് ത്തിന്റെ കാര്യം പറയണ്ട. ഏറ്റവും നല്ലോണം നല്ല ഇലക്കറികളിൽ വെച്ചിട്ട് 1-ാം സ്ഥാനം എന്നാ പറയുന്നത് ചേമ്പിൻ്റെ ഇലയ്ക്ക്. ഇതാണ് കോവല്. കോവക്കായ ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ ഇലയും നല്ലതാണ്. ഇത് ഷുഗർ പേഷ്യൻറ്റുകൾക്കും നല്ലതാണെന്നാണ് പറയുന്നത്. സാമ്പാർ ചീര തോരൻ വയ്ക്കാൻ അതിവിശേഷമായിട്ടുള്ള സാധനമാണത്. ധാരാളം നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ചീര. തോരൻ വെക്കാൻ നല്ല സാമ്പാർ. കുമ്പളത്തിൻ്റെ ഇലയാണത്. കുമ്പളത്തിൻ്റെ ഇല. ഇതും നല്ല നാരുള്ള ഭക്ഷണമാണ് ഇലക്കറിയിൽ. മുരിങ്ങയില ധാരാളമായിട്ട് നിൽക്കുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. കർക്കിടക മാസത്തിൽ ആരും ഉപയോഗിക്കില്ല. പണ്ടത്തെ ആൾക്കാർ പറയും പാർവതിദേവിയുടെ തൃത്താലി അർക്കണേൻ്റെ സമാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അതിൽ കട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ. അത് കാരണം ആരും ഉപയോഗിക്കില്ല കർക്കിടക മാസം മുഴുവൻ. മുളകിൻ്റെ ഇല. മുളകിൻ്റെ ഇല കുറച്ച് പൊട്ടിക്കണം. എല്ലാ ഇലക്കും അതിൻ്റേതായിട്ടുള്ള ഔഷധ ഗുണങ്ങളുണ്ട്. മുളകിൻ്റെ ഇല പൊടിച്ചുണ്ട്. പറയുന്നത് മുളകും തുമ്പ, ആനത്തുമ്പ നല്ലതാ. ഇത് മാത്രം തോരൻ വെച്ചാൽ നല്ല ഈ ചീരത്തോരൻ ഉണ്ടാക്കുന്നതിലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് തകരയുടെ കൂമ്പ്. ഇത് ഏറ്റവും നല്ല ഭക്ഷണ സാധനമാണ് ഇലക്കറിയിൽ. അപ്പം നമ്മുടെ 10-12 കൂട്ടം ഇലകളായി. ഇതൊക്കെ എടുത്തിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ തോരനുണ്ടാക്കാൻ പോകുന്നത്. ഇലയിലത്തെ വെള്ളമൊക്കെ ഇപ്പോൾ വാർന്നു.
ഇനിയിപ്പോൾ അത് എരിയാൻ പോവാണ് നിങ്ങൾ. നമ്മുടെ ഇല എരിയൽ കഴിഞ്ഞു. ഇനി അതിലേക്ക് ഒരു മുറി തേങ്ങ ചരുകി വെച്ചിട്ടുണ്ട്, കുറച്ച് പച്ചമുളകും. എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ അധികം എരിവ് വേണ്ടല്ലോ, അപ്പോൾ 2-3 പച്ചമുളക് കൂട്ടുള്ളൂ. നല്ല എരിവുള്ള മുളകാണ്, 2 മുളക് കൂട്ടുള്ളൂ, അധികം മുളക് വേണ്ട. അപ്പോൾ നമുക്ക് തോരൻ വെക്കാം കേട്ടോ. ഒരു 10 ഇളവൊക്കെ നോക്കണം. ഗ്യാസിൽ വെക്കാല്ല, മുമ്പേ ഞാനത് ഇതിൽ ചേർത്ത് വയ്ക്കാം. ഒന്ന് കയ്യോണ്ട് തന്നെ ഇരടി ഇതാക്കി ആ പൊടിപ്പ് എല്ലാവരെയും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒഴിച്ചില്ലല്ലോ നമ്മളിതിൽ. അപ്പോൾ ഇലയുടെ എല്ലാ ഭാഗവും പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊന്ന് ഇട്ടിങ്ങനെ കുറച്ച് കടുകിട്ടു. കടുക് പൊട്ടിയിട്ട് അരിമണി കുറച്ച് അരി, കുറച്ച് ഉഴുന്ന് പരിപ്പ് ഒക്കെ അരി വറുത്തു. ഇതാ അരി ഇടുന്നു. അത് നല്ലോണം പൊരിയട്ടെ. പൊരിഞ്ഞു വന്നു. ഇനി ഉഴുന്ന് പരിപ്പ് ഉപ്പൊക്കെ തിരിപ്പിച്ചിട്ടില്ല. മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി വിഷാംശങ്ങളൊക്കെ ഇല്ലാതൊക്കെ നല്ലതാണ്. അതിലുണ്ടാവില്ല, ഇതൊക്കെ നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇലകളാണ്. വലിയ വിഷാംശങ്ങളൊന്നും ഉണ്ടാവാതെ യാതൊരു അത് ഇളക്കുന്നുണ്ട്. ഇതിലൊരു അരിവുകളൊക്കെ ചേർത്ത് ഇത് വേകുമ്പോൾ കുറച്ച് പച്ചമുളകും നാളികേരം കൂടി ചതച്ചെടുക്കണം. അത് ചെറിയ ഫ്ലെയിമിൽ ഇത് ഒന്ന് വേവട്ടെ. എന്ത് വേണം, വെള്ളം ഒത്തൊഴിക്കേണ്ട. അതിൽ ഈ ഇലകളിൽ തന്നെയുണ്ട് ധാരാളം വെള്ളം. ഇത് ഇല വെന്ത് ചതച്ച് വെച്ചിട്ട് പച്ചമുളകും തേങ്ങ കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, അധികം അരച്ചിട്ടില്ല. അങ്ങനെ കക്കടമാസിലെ പത്തല ഉപ്പേരി, പത്തലല്ല 13-14 ഉണ്ട്. ഇതിൽ കിട്ടുന്ന ഇലയൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. നല്ല സുഖമുള്ള ഇലയാവുന്നു, ഭക്ഷിക്കാൻ തോന്നില്ല. അപ്പം എല്ലാതും അങ്ങനെ നമ്മുടെ തോരൻ റെഡി. പിന്നെ എല്ലാവർക്കും വേറൊരു ചമ്മന്തിയുടെ ഒരു വീഡിയോ പരിചയപ്പെടാം. ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് പുളിങ്ങിയിടുക, പിന്നെ ഇതാ പുതിന ഇല
അത് കുറച്ച് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടിയിട്ട് ഒരു ചമ്മന്തി. ഒന്ന് എന്തായാലും ഇലക്കറിയല്ലേ, അപ്പോൾ അതിലേക്ക് പുളിയുള്ള കൂട്ടാനൊന്നും ഉണ്ടാക്കണില്ലേ. അപ്പോൾ ഈ ചമ്മന്തി കൂട്ടിയിട്ട് അന്ന് ഞങ്ങൾ ഇലക്കറി കൂടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1-ാം തീയതി ഇല കൊണ്ടുള്ള കറികൾ മാത്രമേ ഒന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. കുറച്ച് ഉപ്പും പച്ചമുളക് ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ ഇല ചമ്മന്തി അങ്ങനെ ചമ്മന്തി റെഡിയായി. പുതിനയില, കറിവേപ്പില, പുളിങ്ങ, പച്ചമുളക് ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇത് അരച്ചേക്കുന്നത്. ഒന്ന് ഉടുക്കി ഇതാണ് കർക്കിടക മാസത്തിൽ നല്ല എല്ലാ മാസവും നമുക്ക് ഈ ഇലക്കറി നിത്യം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഈ പത്തലി ഒന്ന് ഇതിൽ ഉപയോഗിച്ചു കർക്കിടക മാസത്തിൽ. ഇത് ഏറ്റവും ദേഹത്തിന് നല്ലൊരു ഔഷധ ഗുണമുള്ള തോരനാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത്.